നമസ്കാരം. അകവും പുറവും പുതിയൊരു പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നമ്മുടെ പാർലമെൻറ്റ് മന്ദിരത്തിനകത്തേക്ക് രണ്ട് വ്യക്തികൾ ചാടിക്കടക്കുകയും പാർലമെൻറ്റ് ഹാളിനകത്തെ മേശപ്പുറത്ത് ചവിട്ടി ചാടിക്കടന്ന് സ്പീക്കറുടെ ഡയസിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. പേര് കേട്ട ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സുരക്ഷിതത്വം ഒരു തരത്തിലും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ സുരക്ഷിതമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്നലത്തെ സംഭവം. നേരത്തെയുള്ള പാർലമെൻറ്റ് മന്ദിരത്തിന് സംഭവിച്ചതുപോലെയുള്ള ഒരു തരത്തിലുള്ള അക്രമങ്ങളും നേരിടാതിരിക്കാനും ഒരു തരത്തിലുള്ള ദുഷ്പ്രവൃത്തികൾ അവിടെ നടക്കാതിരിക്കാനും പ്രതിപക്ഷത്തിൻ്റെ എല്ലാ ശബ്ദങ്ങളും ഇല്ലാതാവാനും ആ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് പ്രതിപക്ഷം ഒരിക്കലും തിരിച്ചു വരാതിരിക്കാനുമൊക്കെ ആയിരിക്കണം പതിവില്ലാത്ത വിധം ലോകത്തുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെയും പാർലമെൻറ്റ് ഉദ്ഘാടനത്തിന് സ്വീകരിക്കാത്ത രീതിയിൽ മതപരമായ പൂജകളും ഹോമങ്ങളുമൊക്കെ നടത്തി പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. ജനാധിപത്യ ഭരണകൂടത്തിലെ ഇന്ത്യയുടെ പ്രസിഡന്റിനെ പോലും മാറ്റി നിർത്തി ഏതാനും സന്യാസിമാരെയും കൂട്ടി അധികാരത്തിൻ്റെ ചെങ്കോലുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിലേക്ക് വന്നത് തന്നെ ദുസ്സൂചനയാണെന്ന് പലരും അഭിപ്രായപ്പെട്ടതാണ്. അത് യാഥാർത്ഥ്യമാവുന്ന രൂപത്തിലാണ് നമ്മുടെ സ്കാനറുകളുടെ കണ്ണിൽപ്പെടാതെ, ഹോൾ ബോഡി സ്കാനറുകളുടെ കണ്ണിൽപ്പെടാതെ, സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണിൽപ്പെടാതെ രണ്ട് വ്യക്തികൾ പാർലമെൻറ്റ് മന്ദിരത്തിനകത്ത് കടന്നത്. മാത്രമല്ല അവരുടെ കൈകളിൽ സ്പ്രേ ചെയ്യാനുള്ള കളർ സ്പ്രേകളും അവർക്ക് ഒളിച്ച് കടത്താൻ സാധിച്ചു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇത്തരത്തിലുള്ള മനുഷ്യനേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്തതും അതേപോലെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്തതുമായ ശത്രുക്കളെയൊക്കെ നേരിടാനാണ് കോടികൾ ചെലവഴിച്ചുകൊണ്ട് പാർലമെൻറ്റ് മന്ദിരത്തിനകത്ത് ഹോമവും പൂജയുമൊക്കെ നടത്തിയത്. പക്ഷേ അതുകൊണ്ടൊന്നും ഗുണമുണ്ടായില്ല എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ലോകത്തുള്ള ഒരു ജനാധിപത്യ രാജ്യവും തങ്ങളുടെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഇത്തരത്തിലുള്ള പൂജകളോ ക്രിയകളോ ചെയ്തിട്ടില്ല. അവിടങ്ങളിലൊക്കെ തന്നെ ജനാധിപത്യ രീതിയിലാണ് മന്ദിരങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. ബ്രിട്ടീഷുകാർ പോലും അത്തരത്തിലുള്ള രീതികൾ അവലംബിച്ചതായി കേട്ടിട്ടില്ല. അവിടെയാണ് നമ്മുടെ പാർലമെൻറ്റ് മന്ദിരം ഇത്തരത്തിലുള്ള എല്ലാ ശത്രുക്കളുടെയും ഹോമിക്കുന്നതിന് വേണ്ടി, ഇല്ലാതാക്കുന്നതിന് വേണ്ടി BJP എല്ലാ കാലവും ആ പാർലമെൻറ്റ് മന്ദിരത്തിൽ വാഴണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മതപരമായ കർമ്മങ്ങൾ ചെയ്തത്. പക്ഷേ ഇന്നലെ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചിരിക്കുന്നു. ഉത്തരം പറയേണ്ടത് കേന്ദ്ര സർക്കാരാണ്. എങ്ങനെയാണ് ഈ ആളുകൾ ഉള്ളിലെത്തിയതെന്ന്. ഈ സംഭവം നടന്നപ്പോൾ തന്നെ എന്നെപ്പോലെയുള്ള ആളുകൾ ആദ്യം അന്വേഷിച്ചത് അക്രമം നടത്തിയത് വല്ല ജെയ്ഷെ മുഹമ്മദും അല്ലെങ്കിൽ വല്ല മുജാഹിദീനുമാണോ? എങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ തീവ്രവാദികളായി ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾ മത്സരിക്കും. ഏതെങ്കിലും താടിക്കാരനെങ്ങാണ്ട് അല്ലെങ്കിൽ തൊപ്പിക്കാരനോ ആ വഴിക്ക് പോയോ? എങ്കിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ അക്രമത്തിൻ്റെ ഉത്തരവാദികളായി ചിത്രീകരിച്ചുകൊണ്ട് ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും അക്രമത്തിന് കൂപ്പുകൂട്ടുമായിരുന്നു. പ്രത്യേകിച്ച് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ ഭാഗ്യത്തിന് അക്രമികളിൽ മുസ്ലിം നാമധാരികൾ ഇല്ലായിരുന്നു. അടുത്ത ചോദ്യം, ഇവർക്ക് പാസ് കൊടുത്തത് വല്ല മുസ്ലിം MP ആണോ? അല്ല, പാസ് കൊടുത്തിരിക്കുന്നത് BJPയുടെ MP ആണ്. മൈസൂരിൽ നിന്നുള്ള BJPയുടെ MP ആണ് പാസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ദേശരക്ഷക്കായിരിക്കാം. മറ്റുള്ള ഏതെങ്കിലും മുസ്ലിം MP ആയിരുന്നു അത് കൊടുത്തിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു പുകിൽ? ഇനി അതല്ല, ഏതെങ്കിലും പ്രതിപക്ഷ MP ആയിരുന്നെങ്കിൽ ഇവർ അവരുടെ ജാതകം തെരഞ്ഞു പോകില്ലായിരുന്നു. ഏതായാലും ഭാഗ്യത്തിന് BJPയുടെ MP പാസ് വാങ്ങിയത്. പുകൾപെറ്റ പാർലമെൻറ്റിൻ്റെ സുരക്ഷിതത്വത്തെ തകർക്കാൻ രണ്ടാളുകൾക്ക് ഉള്ളിൽ പ്രവേശിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത് BJP തന്നെയാണ്. അതിനിടയിലും ഒരു സന്തോഷകരമായ വാർത്ത, അക്രമികളെ കീഴ്പ്പെടുത്തിയത് കോൺഗ്രസിൻ്റെ MP ആണ്, അമൃത്സറിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ MP ആണ് എന്നുള്ള വാർത്ത സന്തോഷം പകരുന്നു. ഏതായാലും BJPക്ക് ഈ സംഭവം നാണക്കേടായി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പോൾ 2001 അക്രമത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. 2001 അക്രമങ്ങൾ തിരുത്താനും അത്തരത്തിലുള്ള അക്രമികൾക്ക് ഉള്ളിൽ കടക്കാതിരിക്കാനുമൊക്കെയാണല്ലോ പുതിയ പാർലമെൻറ്റ് മന്ദിരം സ്ഥാപിച്ചത്. അറിയാതെ വരുന്നവരെ തടയാനും ശത്രുക്കളെ തടയാനും ആവശ്യമായ കർമ്മങ്ങളും ചെയ്തതാണല്ലോ. അതിനെയൊക്കെ മറികടന്ന് അക്രമികൾ എത്തിയെന്ന് പറയുന്നതാണ് അങ്കലാപ്പുണ്ടാക്കുന്നത്. നന്ദി, നമസ്കാരം.